6 പേർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ആക്രമിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും വാഹനങ്ങൾ ആയുധം ഉപയോഗിച്ച് അടിച്ചു തകർത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ആദ്യം ആക്രമിച്ച ദിനകർ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. ഇയാളാണ് വാഹനത്തിന്റെ ചില്ലുകളും ബോണറ്റും കല്ലുകൊണ്ട് തകർത്തത്. നരുവാമൂട്ടിലെ ശ്രീജിത്ത്, വഞ്ചിയൂരിലെ ജീവൻ, വിളപ്പിൽശാലയിലെ മനോജ്, പാറ്റൂരിലെ ഷാഹിൻ, വാഴോട്ടുകോണത്തെ നിതിൻ രാജ്, വട്ടിയൂർക്കാവിലെ അനിൽകുമാർ, നെരുവാമൂട്ടിലെ കിരൺ, കുലശേഖരത്തെ അരവിന്ദ്, പള്ളിച്ചലിലെ ഷഫീഖ്, ആനയറയിലെ ഹരീഷ് കുമാർ, വഞ്ചിയൂരിലെ ദിനീത്, അമ്പലത്തുമുക്കിലെ രേവന്ത്, വർക്കലയിലെ ലെനിൻ, അമരവിളയിലെ നന്ദു, മഞ്ചവിളാകത്തെ രാഹുൽ, കരകുളത്തെ രാഹുൽ MS, പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനു, കൈമനത്തെ വൈശാഖ്, കരമനയിലെ അമൽ, ദിനകർ എന്നിവരാണ് പിടിയിലായത്. 300ഓളം പേർ പ്രതികളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം CPM പുതുക്കി നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നിർദ്ദേശം നൽകിയതോടെയാണിത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചിലാണ് ഉൾപ്പെടുത്തിയത്. മുൻപും ഇതേ ബ്രാഞ്ചിലായിരുന്നു ബിനീഷിന് അംഗത്വമുണ്ടായിരുന്നത്. 2021 ലഹരി കേസിൽ അകപ്പെട്ടതോടെയാണ് ബിനീഷിന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്തത്. 2020 ഒക്ടോബറിലാണ് ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ബിനീഷ് EDയുടെ പിടിയിലായത്. 2023 കേസിൽ നിന്ന് പൂർണ്ണമായും കുറ്റവിമുക്തനായി. 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് അപേക്ഷ നൽകിയിട്ടും അംഗത്വം പുതുക്കി നൽകിയിരുന്നില്ല. ഇപ്പോഴിതാ പിണറായി വിജയൻ ഇടപെട്ടു ബിനീഷിന് അംഗത്വം പുതുക്കി നൽകി CPM. അഴിമതി മൂടിവെക്കാൻ കോൺഗ്രസും CPMും തമ്മിൽ രഹസ്യ കരാർ. വീണയ്ക്ക് എന്തിന് വെറുതെ പണം നൽകി? CPMനെ വെല്ലുവിളിച്ച് രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള അഴിമതി സംരക്ഷണ കരാറും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും തുറന്നുകാട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കരിമണൽ കമ്പനി എന്തിനാണ് മാസം തോറും പണം നൽകിയതെന്ന് വ്യക്തമാക്കാതെ കേന്ദ്ര അന്വേഷണങ്ങളെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CMRL കമ്പനിയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളും പണം പറ്റിയിട്ടുണ്ടെന്ന വിവരം CPMന് അറിയാമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി എന്തുകൊണ്ട് പിണറായി സർക്കാർ മൗനം പാലിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് പരസ്പരമുള്ള അഴിമതി ഒത്തുതീർപ്പാണോ എന്ന് വ്യക്തമാക്കാൻ ജോൺ ബ്രിട്ടാസ് MP തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മകളുടെ അഴിമതിയിൽ പ്രതിപക്ഷ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് ആരോപിക്കുന്ന CPM കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്ന് രാജീവ് ചന്ദ്രശേഖർ വെല്ലുവിളിച്ചു. അഴിമതിയില്ലാത്ത ഭരണമാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സത്യസന്ധമാണെങ്കിൽ ആരോപണം ഉയർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉടനടി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും BJP അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ദേശീയതയും ഇന്ത്യയുടെ സാംസ്കാരിക പ്രതീകങ്ങളെയും അനാദരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനും CPMനും ഒരേ നിലപാടാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. രാജ്യ താൽപര്യത്തെക്കാൾ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്ര നിലപാടുള്ള സംഘടനകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇരു മുന്നണികളും മത്സരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം താൻ മുന്നറിയിപ്പ് നൽകിയിരുന്ന അപകടകരമായ പ്രീണന രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും രൂപപ്പെട്ടതല്ല CPMന്റെ ആശയധാരയെന്നും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ചിന്താഗതി ആയതിനാലാണ് വന്ദേ മാതരത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ആത്മീയ മൂല്യവും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാത്തതെന്നും അദ്ദേഹം പരിഹസിച്ചു. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും സമീപനത്തെയും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഗവർണറുടെ ഓഫീസിൽ നിന്നും വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും നിയമസഭയിൽ വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപത്തിന് പകരം ചുരുക്കിയ പതിപ്പ് മാത്രം കേൾപ്പിച്ച നടപടിയെ ശക്തമായി BJP സംസ്ഥാന അധ്യക്ഷൻ അപലപിച്ചു. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ രാജ്യത്തെ ഒന്നിപ്പിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് പൊരുതാൻ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഊർജം നൽകുകയും ചെയ്ത ആത്മാവാണ് വന്ദേ മാതരമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് സ്വന്തം സ്വാതന്ത്ര്യ സമര പാരമ്പര്യത്തെയും ദേശീയ ഐക്യത്തിന്റെ പ്രതീകങ്ങളെയും തള്ളിപ്പറഞ്ഞ് തീവ്രവാദ സംഘടനകളുടെ പ്രീതി പിടിച്ചുപറ്റാനാണ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ വന്ദേമാതരം ചരിത്രത്തിൽ ആദ്യം, പിന്നാലെ വിവാദം. മുഴുവൻ പാടാത്തതിൽ അതൃപ്തിയുമായി ഗവർണർ രംഗത്ത് വന്നു കഴിഞ്ഞു. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്നും പിന്നാലെ ദേശീയഗാനമായ ജനഗണമന പാടണമെന്നുമാണ് പുതിയ പ്രോട്ടോകോൾ. വന്ദേമാതരം മുഴുവൻ വായിക്കണമെന്ന് ലോക്ഭവന്റെ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും സർക്കാർ അംഗീകരിച്ചില്ല. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെ നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപും ദേശീയഗീതമായ വന്ദേമാതരം ആലപിച്ചത് വിവാദമായി. സഭയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് വന്ദേമാതരം ആലപിച്ചത്. വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഖണ്ഡികകൾ മാത്രം പോലീസ് ബാൻഡ് വായിച്ചത് ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ രാജേന്ദ്ര അർലേക്കറും മുൻ കേന്ദ്രമന്ത്രിയും BJP MLAയുമായ V. മുരളീധരനും രംഗത്തെത്തിയതോടെയാണ്
വിഷയം വിവാദമായത്. എന്നാൽ സർക്കാർ നടപടി അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. ലോക്ക്ഡൌൺ നിർദ്ദേശം നൽകിയിട്ടും ഗവർണർ പങ്കെടുത്ത ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി പാടാതിരുന്നത് ശരിയായ നടപടിയല്ലെന്നും അത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഇക്കാര്യം സൂചിപ്പിച്ചെന്നും അടുത്ത നടപടി കാത്തിരുന്ന് കാണാമെന്നുമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കടുത്ത അതിർത്തിയാണ് അദ്ദേഹത്തിനുള്ളത്. താൻ സന്നിഹിതനാകുന്ന പരിപാടികളിൽ മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് അദ്ദേഹം കർശന നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചതിൽ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ തങ്ങൾ അറിയാതെയാണ് സംഭവിച്ചതെന്നും അത് ലോക്ക്ഡൌൺ സംഘടിപ്പിച്ച ചടങ്ങായിരുന്നുവെന്നുമാണ് അന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്.